അതായത് ഞങ്ങള് രഥോത്സവം എന്ന സിനിമയില് അപ്പൊ അതിൽ അടിപൊളി ഒരു പാട്ടുണ്ട്, തെച്ചിപ്പൂവേ. അത് ഞാനും സുനിതയും കൂടി പാടും. വൈകാശിയുടെ ഒരു ഡാൻസ്. ഓക്കെ, തെച്ചിപ്പൂവ നിങ്ങൾ പാടുന്നു, മോള് ഡാൻസ് ചെയ്യുന്നു. യെസ്, അപ്പം അങ്ങനെ ഒരു ഫാമിലി ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. பூவே மச்சான பாருங்கடி, தெச்சிப்பூவே தெங்காசி பூவே மச்சான பாருங்கடி. வாயோ வாயோ നീ എൻ മാറിൽ ചായോ, മഞ്ഞൾ പൂത്താലി തരാം, നിന്റെ മാരനായി കൂടെ വരാം. മാസമല്ലേ മാട്ടു പൊങ്കലിൽ നെഞ്ചിലല്ലേ. ആഴ്വാങ്കോവിൽ കൊടിയേറാറായി, നിറ നിറച്ചോളം കൊയ്യാൻ നേരമായി. കൊട്ടും പാട്ടും കുരവേം വേണം, കുളിരുള്ള കല്യാണത്തിൻ കാലമായി. താഴമ്പൂ പട്ടുണ്ടേ തഞ്ചാവൂർ പട്ടുണ്ടേ, നിന്നും മാവാരം പൂവയിൽ ചാർത്താൻ. ചെല്ലച്ചെമ്മാനച്ചപ്പിലൊരു തിരി കുങ്കുമമുണ്ടേ, കൊഞ്ചം കടമായി തരുമോ തരുമോ. പൊന്നും മിന്നും പൂണാരം വേണ്ട, പൊള്ളാച്ചി തേവരല്ലേ. വായോ വായോ നീ എൻ മാറിൽ ചായോ, മാർഗഴി മാസമല്ലേ മാട്ടു പൊങ്കലിൽ നെഞ്ചിലല്ലേ. അരയാൽ കൊമ്പിൽ കുറുകും കുയിലേ, മണിയറവാതിൽ ചാരാൻ നേരമായി. ഇനിയും പാടാൻ മുതിരും നിലവേ, കിഴക്കിനി മച്ചിൽ നിന്നും മാഞ്ഞു പോ. പുന്നാരം ചൊല്ലാതെ കിണ്ടാണ്ടം കാട്ടാതെ, ചുമ്മാരും ഏറാനും കണ്ടാൽ. ആരും മുത്താത്ത മുത്തണി മുന്തിരിക്കിങ്ങനെ തായോ, നീനിൻ ചുണ്ടത്തെ മധുരം തരുമോ. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാന് പാരുങ്കടി. വായോ വായോ നീ എൻ മാറിൽ ചായോ, മഞ്ഞൾ പൂത്താലി തരാം, നിന്റെ മാരനായി കൂടെ വരാം. മാസമല്ലേ മാട്ടു പൊങ്കലിൽ നെഞ്ചിലല്ലേ. അപ്പൊ നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. ആദ്യം അത് തന്നെ എടുത്തു പറയാം. തെച്ചിപ്പൂവേ, നമ്മളൊക്കെ കുറെ ഡാൻസ് സ്കൂൾ ടൈമിലൊക്കെ എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ എടുക്കുന്ന ഒരു പാട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ കുട്ടി തേവരെയാണ് എനിക്ക് ഇഷ്ടമായത്, പൊള്ളാച്ചി തേവര്. ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാണ്. എന്ത് ചെയ്യാനായിരുന്നു അച്ഛൻ പഠിപ്പിച്ചത്? എന്ത് ചെയ്യാനായിരുന്നു അച്ഛൻ പഠിപ്പിച്ചേ? ഇത് ചെയ്യാൻ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ നിക്കണം അല്ലേ? എന്നിട്ട് ചേച്ചിയുടെ കൈ പിടിച്ച് ഞാൻ പറയത്തൊന്നുമില്ല, അത് തന്നെ ആ പറഞ്ഞതൊക്കെ തന്നെ. ഒരു വിഗും വെച്ച് കൊടുത്ത് ഒരു മീശയും വെച്ച് ഒരു മുണ്ട് ഉടുപ്പിച്ച് നിർത്തി, ഇപ്പൊ പയ്യൻ തേവരായി. എപ്പോഴും അങ്ങനെയായിരിക്കും ഇനി ചെയ്യാൻ പോണെന്ന് തോന്നുന്നു ഇവരുടെ റെയിൻബോ ഫാമിലിയിലും. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ പെർഫോമൻസ് കണ്ടു. ഇനി നമുക്ക് അടുത്ത പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.